എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. SLC +2 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന 2025 എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥികൾ എന്നോട് കുറച്ച് പേരൊക്കെ ഇൻഡിവിജ്വലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംശയം. അപ്പോൾ എനിക്ക് തോന്നി പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ്, കൈയക്ഷരം മോശമായാൽ മാർക്ക് കുറയുമോ എന്നുള്ളത്. അതുപോലെ തന്നെ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ സംശയത്തിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. SLC +2 പബ്ലിക് എക്സാം 2025 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൈയക്ഷരം മോശമായാൽ മാർക്ക് കുറയുമോ എന്നുള്ളത് കുറച്ച് വിദ്യാർത്ഥികൾ എന്നോട് ഇൻഡിവിജ്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പരിചയമുള്ള SLC +2 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ എന്നോട് ഇൻഡിവിജ്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. നിങ്ങളുടെ കൈയക്ഷരം എത്ര മോശമാണെങ്കിൽ പോലും നോക്കുന്ന അധ്യാപകന് വായിക്കാൻ പറ്റുകയാണെങ്കിൽ മാർക്ക് കിട്ടും. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്നില്ല. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല കൈയക്ഷരം ഉണ്ടായിരിക്കണമെന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കൈയക്ഷരം എത്ര മോശമാണെങ്കിൽ പോലും നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണ്. ആ എഴുതിയ ഉത്തരം ശരിയാണ്. പിന്നെ വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകർക്ക്, നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ വായിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ കൈയക്ഷരം മോശമാണെന്ന് വെച്ച് എത്ര മോശമായി, ഒരുപാടങ്ങ് മോശമായിപ്പോയി, നോക്കുന്ന അധ്യാപകന് നിങ്ങളുടെ പേപ്പർ വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയെങ്കിൽ മാർക്ക് പോകും. കാരണം എന്താ വെച്ചാൽ ഈ പേപ്പർ നോക്കുന്ന ഒരധ്യാപകനായാലും അധ്യാപികയായാലും നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ അവർക്കത് വായിച്ചെടുക്കാൻ പറ്റണ്ടേ. എന്നാൽ മാത്രമല്ലേ അവർക്ക് ശരിയാണോ തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മാർക്ക് ഇടാൻ പറ്റൂ. അപ്പോൾ ആ ഒരു നിബന്ധന മാത്രമേ അവിടെയുള്ളൂ. നിങ്ങളുടെ കൈയക്ഷരം മോശമാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? നോക്കുന്ന അധ്യാപകന്, പേപ്പർ നോക്കുന്ന അധ്യാപകന് അല്ലെങ്കിൽ പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് എന്ത് ചെയ്യണം? വായിക്കാൻ പറ്റണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. ഇനി കൈയക്ഷരം മോശമായതിൻ്റെ പേരിൽ മാർക്ക് കുറയ്ക്കില്ല. കൈയക്ഷരം മോശമായതിൻ്റെ പേരിൽ ഒരധ്യാപകനും ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് പോലും കുറയ്ക്കില്ല. നിങ്ങളുടെ കൈയക്ഷരം എത്ര മോശമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക്, നിങ്ങൾ പേപ്പറിൽ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് എന്തായാലും കിട്ടും. ഇനി കൈയക്ഷരം മോശമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പോലും മാർക്ക് കുറയില്ല. കൈയക്ഷരം മോശമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പോലും മാർക്ക് കുറയില്ല എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. കൈയക്ഷരം മോശമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ പോലും മാർക്ക് കുറയില്ല. പിന്നെ എവിടെയാണ് മാർക്ക് കുറയുന്നത്? നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ അധ്യാപകർക്ക് വാല്യുവേഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, ഇപ്പം നിങ്ങളുടെ കൈയക്ഷരം നല്ല രീതിയിൽ അങ്ങ് മോശമായിപ്പോയി, ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന കാര്യം നിങ്ങൾക്ക് മാത്രം വായിക്കാൻ പറ്റിയാൽ പോരാ, അത് പേപ്പർ നോക്കുന്ന ആർക്കും കൂടെ പഠനം. ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതുന്നതേ ഉള്ളൂ, അപ്പം നിങ്ങൾക്കത് വായിക്കാൻ പറ്റി എന്ന് വെച്ചാൽ മറ്റൊരാൾക്കത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? പേപ്പർ നോക്കുന്ന അധ്യാപകനായാലും അധ്യാപികയ്ക്കായാലും നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതി, ആ എഴുതിയ ഉത്തരം എന്ത് ചെയ്യണം? അധ്യാപകന് വായിക്കാൻ പറ്റണം, എന്നാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ അല്ലാതെ കൈയക്ഷരം മോശമായതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ മാർക്കും കുറയുന്നതല്ല. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നു. കൈയക്ഷരം മോശമായാൽ മാർക്ക് കുറയില്ല, പക്ഷേ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ വായിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മാർക്ക് പോകുന്നതായിരിക്കും. കാരണം നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ വായിച്ചാൽ മാത്രമാണ് അവിടെ വാല്യുവേഷൻ നടക്കുകയുള്ളൂ. വായിച്ചെടുത്താൽ മാത്രമാണ് ശരിയാണോ തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്ത്, നിങ്ങളുടെ ഉത്തരം വായിച്ചാൽ മാത്രമാണ് ശരിയാണോ തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്ത് അവിടെ ശരിയെന്ന് അല്ലെങ്കിൽ മാർക്ക് ഇടാനോ ഇടാതിരിക്കാനോ പറ്റുകയുള്ളൂ. കൈയക്ഷരം മോശമായതിൻ്റെ പേരിൽ മാർക്ക് കുറയുന്നതല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കരേദ, ഫൗണ്ടർ ഓഫ് കരേദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.